നമസ്കാരം. ഇന്നൊരു കൗതുകകരമായിട്ടൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ്. അതായത് എൻ്റെ ടീം മെമ്പർ കൂടിയായിട്ടുള്ള ഷിജുവിൻ്റെ വീട്ടിലൊരു ക്ഷേത്രമുണ്ട്, വിളയിക്കൽ മഹാഗണപതി ക്ഷേത്രം. അവിടുത്തെ പ്രോഗ്രാമിൽ വന്നപ്പോൾ ഇന്ന് കണ്ട ഒരു കൗതുകകരമായൊരു കാഴ്ചയാണ്. സഞ്ജു, നമ്മുടെ ഒരു അനിയൻ പയ്യനാണ്. അപ്പോൾ അവൻ ഉണ്ടാക്കിയ രണ്ട് കാര്യങ്ങൾ, ഒരുപാട് മിനിയേച്ചർ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മിനിയേച്ചർ, അതും വർക്കിംഗ് മോഡലായിട്ട്. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കാർപ്പൻറ്ററി വർക്കും മോഡുലാർ കിച്ചനും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ തൻ്റേതായ ശൈലിയിൽ ചെയ്യുന്ന സഞ്ജുവിൻ്റെ കലവിരുതാണ് ഈ കാണുന്നത്. തീർത്തും ഉപയോഗശൂന്യമായി കളയുന്ന കാർഡ്ബോർഡ്, പേസ്റ്റ് ബോക്സും അതുപോലെ തന്നെ തെർമോക്കോളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സഞ്ജു ഈ വിസ്മയം ചെയ്യുന്നത്. ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ സഞ്ജു തീർക്കുന്ന കരവിരുതിൻ്റെ അത്ഭുതങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് കാണാം. അപ്പോൾ ദക്ഷചരിതമാണ് ആദ്യമായിട്ട് ഉള്ളത്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ബ്രഹ്മദേവന്റെ മാനസപുത്രനായ ദക്ഷ പ്രജാപതി ഒരു മഹായാഗം നടത്തുവാൻ തീരുമാനിക്കുന്നു. 3 ലോകങ്ങളിലെയും ദേവീദേവന്മാരെയും മാമുനിമാരെയും സകല മഹത്തുക്കളെയും ക്ഷണിച്ചെങ്കിലും സ്വന്തം പുത്രിയായ സതീദേവിയെയും പതിയായ മഹാദേവനെയും ഒഴിവാക്കുന്നു. ക്ഷണിക്കപ്പെടാത്ത യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ സതീദേവി പിതാവിനാൽ അപമാനിതയായി ആ മഹായാഗാഗ്നിയിൽ ജീവത്യാഗം ചെയ്യുന്നു. ഇതറിയുന്ന മഹാദേവൻ കോപാകുലനായി തന്റെ കോപത്തിൽ നിന്നും ജനിക്കുന്ന ശിവാംശമായ വീരപുത്രൻ കാളിശക്തിയാൽ ദക്ഷനെ വധിക്കുന്നു. വന്ദനം വന്ദനം പിതാശ്രീ. ഇത് നോക്കൂ മാമുനിമാരെ, ക്ഷണിക്കാതെ ഒരാതിഥി വന്നിരിക്കും. നമ്മുടെ പുത്രി, നിന്റെ പതിയായ ആ ചുടല ഭസ്മധാരി എവിടെ? ഹരിത ഹരിത പിതാശ്രീ, നമ്മെ അപമാനിച്ചോളൂ. നമ്മുടെ പതിയെ വെറുതെ വിടും, അപമാനിക്കരുത്. അപമാനം? അപമാനം പോലും ആ ജടാധാരിയായ പുലിത്തോൽ വസ്ത്രമാക്കുന്ന, നാഗത്തെ ആഭരണമാക്കുന്ന ചുടല ഭസ്മധാരിയായ ഒരു മരുമകൻ. അപമാനം, അപമാനം എനിക്കല്ലേ? മതിയാക്കൂ പിതാശ്രീ, ഈ വലിയ സദസ്സിൽ ഞാൻ അപമാനിതയായിരിക്കുന്നു. ഇതെനിക്ക് സഹിക്കാവുന്ന വിരോധികമാണ്. ഈ അപമാന ഭാരത്താൽ ഞാൻ തിരികെ പോകുന്നില്ല. ഈ യാഗാഗ്നിയിൽ ഞാൻ എന്റെ ജീവനെ അർപ്പിക്കുന്നു.
ബാക്കിലോട്ടിട്ടേ ഞാൻ ബിജുവിനെ ഫ്രണ്ടിലോട്ടില്ല. കഴിഞ്ഞ എനിക്ക് പറയാം. തന്റെ പിതാവായ ലക്ഷ്യം നടത്തുന്ന ലക്ഷ്യയാത്രത്തെ കുറിച്ചറിഞ്ഞ ഭഗവതിയുടെ കൈലാസനാഥനായ മഹാദേവനോട് യാത്രയും ചോദിച്ച് കൈലാസത്തിൽ നിന്നും സ്വന്തം ഭവനത്തിൽ തിരിച്ചെത്തുന്നു. എന്നാൽ ക്ഷണിക്കാതെ വന്ന പാർവതിദേവി തികച്ചും അപമാനിതയായി ദുഃഖവും അപമാനക്കാരനും യാതൊന്നില്ലാതെ പാർവതിദേവി ആ യാഥാർത്ഥ്യം ചാടി ആത്മത്യാഗം ചെയ്യുന്നു. മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ലക്ഷ്മി യാഗശാലയിലെത്തും. ക്രോധനായ മഹാദേവൻ ഏതൊരു സംഖ്യയില്ലാതെ സ്വന്തം ശിരസിനെ വിടവലിച്ചു പഠിച്ച് ഭൂമിയിലേക്ക് ശിവാംഗമായ വീരഭദ്രസ്വാമിയും പൂജാതനായി. വീരശൂരപരാക്രമിയായ വീരഭദ്രസ്വാമി ഗോപാക്രാന്തനായി ലക്ഷ്മിയുടെ ശിരസാകും. ഈ ഫ്ലോട്ടുകളൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചത് സഞ്ജു ഉണ്ടാക്കിയ ഫ്ലോട്ടൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചത് ഈ മിടുക്കന്മാരാണ്. അഭിനന്ദ്, അമ്പു, ഋത്വിൻ, അബിൻ, രാജേഷ് ഇവരാണ് അതിൻ്റെ പിന്നണിയിൽ ഇരുന്നു കൊണ്ട് ഈ ഫ്ലോട്ടുകളെ വർക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോൾ കണ്ടില്ലേ, കാർഡ്ബോർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. താങ്ക്